ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാവർക്കും വീണ്ടും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ സീരീസ് ആയിട്ട് ശ്ലോകങ്ങളെല്ലാം വായിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഈ ശ്രീമദ് ഭാഗവതം സീരീസ് ക്ലാസ്. നമ്മൾ ആദ്യത്തെ അധ്യായം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ഭക്തിയെക്കുറിച്ചാണ്. സൂത ഗോസ്വാമി ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഭക്തിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, രണ്ടാമത്തെ ചോദ്യം എസെൻസ് ഓഫ് ഓൾ വേദിക് സ്ക്രിപ്റ്റേഴ്സ്. ഈ രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരം ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് അദ്ദേഹം ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭക്തിയുടെ വിവിധ പടവുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഉദാഹരണത്തിന് നമുക്ക് 9 സ്റ്റേജ് അറിയാം, പക്ഷെ ആചാര്യന്മാര് അതിന് മേലെയും താഴെയും 2 സ്റ്റേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഭക്തിയുടെ പടവുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഇങ്ങനെ ഉള്ള 9 പടവുകളാണ്. ഭക്തിയുടെ 9 സ്റ്റേജസ് എന്ന് പറയും. നവവിധമല്ല, 9 സ്റ്റേജസ് ഓഫ് ഭക്തി എന്ന് പറയും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തില് രണ്ടാമത്തെ ചാപ്റ്ററിൽ 16ാമത്തെ ശ്ലോകം മുതൽ 20ാമത്തെ ശ്ലോകം വരെ ഈ നവവിധ അല്ലെങ്കിൽ ഈ സ്റ്റേജസ് ഓഫ് ഭക്തിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ 22ാമത്തെ ശ്ലോകം വരെയാണ് ലാസ്റ്റ് കണ്ടത്. ആ ശ്ലോകത്തിൽ പറഞ്ഞു ഭക്തി എന്ന് പറയുന്നത് വാസുദേവനോടുള്ള ഭക്തിയാണ് എന്ന് പറയുന്നത് മുനിമാർ, അതായത് കവയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവർ വന്നിട്ട് വളരെ എൻലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്നത് വാസുദേവനോടുള്ള ഭക്തിയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 23 മുതൽ ബാക്കിയുള്ള ശ്ലോകങ്ങളില് വാസുദേവനോടുള്ള ഭക്തിയെ കുറിച്ച്, അതായത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രധാന പ്രതിപാദ്യം എന്ന് പറയുന്നത് വാസുദേവൻ തന്നെയാണ്. ജന്മാദ്യസ്യ യതഃ എന്ന് പറയുന്ന ശ്ലോകത്തില് വാസുദേവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വാസുദേവനോടുള്ള ഭക്തി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് എന്ന് സൂത ഗോസ്വാമി ആർക്ക് പറഞ്ഞു കൊടുക്കും? ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് ആ ഭാഗത്തിലേക്ക്, അതായത് 23ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഗുരുദേവന്റെയും പ്രഭുപാദരുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി, ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം, ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ്, ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്. जय जय प्रभुपाद 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 जय जय प्रभुपाद
जय जय गुरुदेव 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 जय जय गुरुदेव। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ശ്ലോകം എന്ന് പറയുന്നത് ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്, എന്നാലും നമ്മൾ ലാസ്റ്റ് നിർത്തിയ ശ്ലോകം ഇതാണ്. 23ാമത്തെ ശ്ലോകം. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തയേ യുക്ത പരഃ പുരുഷ ഏക ഇഹാസ്യ ധത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യു. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തൈ യുക്ത പരഃ പുരുഷ ഏവ ഇഹാസ്യ ധത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി. ഹേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ തവണ വാസുദേവനോടുള്ള ഭക്തി എന്ന് പറഞ്ഞു. അപ്പോൾ വാസുദേവനോടുള്ള ഭക്തി എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നു. ഇതിന്റെ വിവർത്തനത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയിൽ പരമദിവ്യോത്തമ പുരുഷൻ പരോക്ഷമായി സമ്മേളിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്കായി ഭഗവാൻ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ ഗുണപരങ്ങളായ 3 രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ 3 സ്വരൂപങ്ങളിലും സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാനിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂത ഗോസ്വാമി. നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്ന്. നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബലരാമാണ്, ബലദേവനിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത എക്സ്പാൻഷൻ അല്ലെങ്കിൽ വിസ്തരണം എന്ന് പറയുന്നത് സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സംഘർഷനിൽ നിന്നുമാണ് നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ വിഷ്ണു മൂർത്തിയായ എന്തുണ്ടാകുന്നത്, അടുത്ത വിസ്തരണം ഉണ്ടാകുന്നത്. ഇനി നാരായണനിൽ നിന്നും വീണ്ടും ചതുർവ്യൂഹങ്ങളിലെ പേരുള്ള സംഘർഷണൻ എന്ന പേരായ സെക്കൻഡ് സംഘർഷണ അല്ലെങ്കിൽ 2ാമത്തെ സംഘർഷണമൂർത്തി ഉണ്ടാകും. ഈ സംഘർഷണമൂർത്തിയിൽ നിന്നാണ് പുരുഷ അവതാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ബലദേവൻ, സംഘർഷണൻ, നാരായണൻ, സെക്കൻഡ് സംഘർഷണൻ, അതിൽ നിന്നുമാണ് വിഷ്ണുമൂർത്തികൾ, അതായത് ഗുണ അവതാരങ്ങൾ എന്ന് പറയുന്ന പുരുഷ അവതാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്താണ് 3 മോഡ്സ്? നമുക്കറിയാം, പ്രകൃതി 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സത്വം, രജസ്, തമസ് എന്നിവ എന്ന് പറയുന്നത് നമ്മളെ എന്ത് ചെയ്യുന്ന, നമ്മളെ വന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളും വിവിധ തരത്തിലുള്ള അഭിരുചികളും ഒക്കെയുള്ള ആൾക്കാരെ നമുക്കറിയാം. പലരും സത്വഗുണത്തിലുണ്ട്, പല രജഗുണത്തിലുണ്ട്, പലർ തമോ ഗുണത്തിലുണ്ട്. അങ്ങനെയുള്ള പ്രകൃതിയുടെ 3 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഈ 3 ഗുണങ്ങൾക്കും ഒരു നിയന്താവുണ്ട്. സത്വഗുണത്തിന്റെ നിയന്താവിനെ നമ്മൾ വിഷ്ണു എന്ന് പറയും. രജോ ഗുണത്തിന്റെ നിയന്താവിനെ നമ്മൾ ബ്രഹ്മദേവൻ എന്ന് പറയും.
തമോ ഗുണത്തിന്റെ നിയന്താവിനെ നമ്മൾ മഹാദേവൻ അല്ലെങ്കിൽ ലോർഡ് ശിവ എന്ന് പറയും. ഈ 3 പേരും ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു യഥാർത്ഥത്തിൽ ഗുണ അവതാരങ്ങളാണ് എന്ന് പറയുന്നു. എന്താണ് ഗുണാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങൾ വന്നിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ്. ഈ ഗുണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭഗവാൻ വന്നിട്ട് ഈ അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് ബ്രഹ്മദേവനും ലോർഡ് വിഷ്ണുവും പിന്നെ മഹാദേവനും ഭഗവാന്റെ തന്നെ അവതാരങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ 3 ഗുണങ്ങളുടെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ ഗുണാവതാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഭൗതിക പ്രപഞ്ചത്തിലെ സ്ഥിതിഗതികളെ വന്നിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഏത് ഗുണമാണ് ഏറ്റവും ഉന്നതമായത് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. തമോ ഗുണം എന്തായാലും ഉന്നതമായതല്ല. കാരണം അതില് ആലസ്യം, നിദ്ര, മടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ള തമോ ഗുണത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും, അതായത് തത്വജിജ്ഞാസ ഒക്കെ വന്നിട്ട് നമുക്ക് തിരിച്ച് ലിബറേഷൻ, മുക്തി അല്ലെങ്കിൽ മോക്ഷം, അല്ലെങ്കിൽ തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് തമോ ഗുണം ടോപ്പ് മോസ്റ്റ് ആകാൻ വഴിയില്ല. ഇനി രജോ ഗുണത്തിനെ നോക്കാം. രജോ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ആ പാഷൻ, അല്ലെങ്കിൽ എന്താണ്, കാമം, ലസ്റ്റ്, പിന്നെ എന്താണ്, ഒരുപാട് ഹാങ്കറിങ്, ലാമെന്റേഷൻ, ഇതെല്ലാം ഉള്ളത് എവിടെയാണ്? രജോ ഗുണത്തിലാണ്. അവരും വന്നിട്ട് വളരെ ബിസി ആയത് കാരണം അവർക്കും ഈ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുകയില്ല, തിരിച്ചു ഭഗവത് ധാമത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ലിബറേഷന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്കും താല്പര്യമുണ്ടാവുകയില്ല. അപ്പോ രജോ ഗുണം എന്ന് പറയുന്നതും കൺഡ്യൂസീവ് അല്ല. എന്തിന്? ലിബറേഷൻ അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ട് നല്ല ഗുണം അല്ല. ഇനി സത്വഗുണത്തിലുള്ളവരുടെ ഗുണം എന്താണ്? അവര് വളരെയധികം ക്ഷമയും വളരെയധികം സംതൃപ്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളവരായതുകൊണ്ട് എന്ത് ചെയ്യാം, അവരുള്ള കാര്യത്തിൽ സംതൃപ്തരായിട്ട് അവരെന്ത് ചെയ്യും, ഇനിയൊരു ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ലിബറേഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഭക്തിയിൽ പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലെങ്കിലും നിൽക്കണം. അപ്പൊ ഇതിൽ ഏത് ഗുണമാണ് ഏറ്റവും ഉന്നതമായത്? സത്വഗുണം തന്നെയാണ്. അപ്പോ ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ഈ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഗുണ അവതാരങ്ങളില് സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാനെ ആണ് ആരാധിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? പരമക്ഷേമം. നമ്മളിപ്പോ പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ടല്ല. ഈ ഋഷിമാര് സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? തത്വജിജ്ഞാസ. അതായത് ഇവിടെ നിന്നും തിരികെ ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നേടാനുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഭൗതികമായിട്ടുള്ള ധനമോ അല്ലെങ്കിൽ സ്ത്രീകളോ അല്ലെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ട ആൾക്കാരെയോ ധനമോ പിന്നെ എന്താണ് സുഖ സൗകര്യങ്ങളോ ഇതൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല ഈ ആൾക്കാര് ഈ ഋഷിമാര് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? സൂത ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ അന്വേഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ആൻസർ അന്വേഷിക്കുന്നത്? പരമക്ഷേമം, അതായത് ജീവസ്യ തത്വജിജ്ഞാസ, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഗുണാവതാരത്തിനെ വർഷിപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഗുണാവതാരത്തിനെ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. സത്വഗുണത്തിന്റെ അധിപതിയായ വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം ബാക്കിയുള്ള 2 പേരും വന്നിട്ട് താഴേക്കിടയിലുള്ളവരാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റു 2ഉം താഴേക്കിടയിലുള്ളതാണ് എന്ന് ധരിക്കും. പക്ഷേ അങ്ങനെയല്ല. അതാണ് ആദ്യമേ പറഞ്ഞത്. ഈ ത്രിഗുണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്വയം പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ഈ ഗുണാവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോർഡ് ബ്രഹ്മ, ലോർഡ് ശിവ, ലോർഡ് വിഷ്ണു എന്ന് പറയുന്ന ഈ 3 ഗുണാവതാരങ്ങളും ആരാധനയ്ക്ക് അർഹർ തന്നെയാണ്. പക്ഷേ ഭൗതിക പ്രകൃതിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ ലോർഡ് വിഷ്ണുവിനെ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനെ തന്നെ ആരാധിക്കണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? സൂത ഗോസ്വാമി പറയുന്നത് അല്ലെ. ഇനി ഈ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഒരു പ്രിസൺ ഹൗസ്, അതായത് ഒരു ജയില്.
അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് ശ്രീല പ്രഭുപാദ്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു ജയിലാണ്. ഈ ജയിലിനെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവനാണ്. കാരണം സൃഷ്ടി എന്ന് പറയുന്നത് രജോ ഗുണം ബ്രഹ്മദേവന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ബ്രഹ്മദേവനാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കൂ. ഇനി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സ്ഥിതി എന്ന് പറയുന്നത് ലോർഡ് വിഷ്ണുവാണ്. അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോർഡ് വിഷ്ണുവാണ്. ഇനി അതിനെ നശിപ്പിക്കുന്നത് ആരാണ്? ഭൗതിക ലോകത്തിനെ പ്രളയം, അല്ലെങ്കിൽ അദ്ദേഹം വന്നിട്ട് തമോ ഗുണത്തിന്റെ അധിപതിയായിട്ടുള്ള മഹാദേവനാണ് ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നിയന്താവായിട്ട്, ഭൗതിക പ്രകൃതിക്ക് നിയന്താവായിട്ട് വർത്തിക്കുന്നത്. അപ്പോൾ ഒരു ജയില് വന്നിട്ട് പിന്നെ ഭൗതിക ലോകത്തില് നമ്മൾ വന്ന്, അതായത് നമ്മൾ ആധ്യാത്മിക ലോകത്ത് നിന്നും റിബലായിട്ടുള്ള ആൾക്കാർ സ്വയം ആസ്വദിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് എവിടേക്ക് വരുന്നു? ഭൗതിക ലോകത്തിലേക്ക് വരുന്നു. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഒരു പ്രിസണാണ്. പക്ഷെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രിസൺ അല്ലെങ്കിൽ ജയിലിൽ വന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ ജയിലിനകത്ത് എനിക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു പെർമനന്റ് പ്ലേസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആക്ച്വലി ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് എന്നാണ് ഈ ജയിലിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക എന്ന്. അപ്പൊ പ്രഭുപാദ് പറയുന്നു, ജയിലിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ജയിലിന്റെ അധിപതിയായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ അധിപതിയായിട്ടുള്ള ലോർഡ് വിഷ്ണുവിനെ തന്നെ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ലോർഡ് വിഷ്ണുവിനെ തന്നെ ആരാധിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? ഈ ലോകത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും ലോകം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക പ്രകൃതിയിൽ തന്നെയാണ്. ഈവൻ ബ്രഹ്മദേവന്റെ ലോകവും എവിടെയാണ്? സത്യലോകം എന്ന് പറയുന്നത് 7-14 ഭൗതിക ലോകങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 7-14 ലോകത്തിൽ നിന്നും, ചക്രത്തിൽ നിന്നും, ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ ആരെ ആരാധിക്കണം? പരമദിവ്യോത്തമ പുരുഷനെ തന്നെ ആരാധിക്കണം. മുക്തി പ്രദാത സർവേഷം വിഷ്ണുർ ഏവന സംശയ എന്ന് മഹാദേവനും പറയുന്നു. അപ്പോ ഈ ഒരു ശ്ലോകത്തില് വ്യക്തമായിട്ട് പറയുന്ന കാര്യം, ഈ ത്രിഗുണങ്ങൾ, അതായത് സത്വം, രജസ്, തമസ് എന്നിവയെ പരമദിവ്യോത്തമ പുരുഷൻ 3 ഗുണാവതാരങ്ങളിൽ നിയന്ത്രിക്കുന്നു. ലോർഡ് ബ്രഹ്മ, ലോർഡ് ശിവ ആൻഡ് ലോർഡ് വിഷ്ണു. പക്ഷേ ഇതിൽ ഈ 3 സ്വരൂപങ്ങളിലും സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാനിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 24ാമത്തെ ശ്ലോകം ഇതിനെ കമ്പയർ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ തന്നിട്ട് സൂതഗോസ്വാമി അവരോട് പറയുകയാണ്. എന്ത്? പാർത്ഥിവാത് ദാരുണോ ധൂമ തസ്മാത് അഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. പാർത്ഥിവാത് ദാരുണോ ധൂമ തസ്മാത് അഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. പാർത്ഥിവാത് ദാരുണോ ധൂമസ് തസ്മാത് അഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. എന്താ അതിന്റെ അടുത്ത പേജ്, അതിന്റെ വിവർത്തനം എന്താണ്? ഇതിനകത്ത് പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി എന്നാണെന്ന് നിങ്ങൾക്കറിയാം. ദാരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവുഡ് എന്നാണ് അർത്ഥം. പിന്നെ ധൂമ എന്ന് പറഞ്ഞാൽ സ്മോക്ക് എന്നാണ് അർത്ഥം. ധൂമം എന്ന് പറഞ്ഞാൽ സ്മോക്ക്. ഇവിടെ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, പാർത്ഥിവ ദാരുണോ ധൂമ തസ്മാത് അഗ്നി. 3 കാര്യങ്ങൾ എന്താണ്? പൃഥ്വിയുടെ തന്നെ ഒരു രൂപാന്തരീകരണമാണ് വിറക്. എന്നാൽ പുക അസംസ്കൃത തടിയേക്കാൾ മെച്ചപ്പെട്ടതാണ്. പക്ഷേ അഗ്നി അധികം മേന്മയുള്ളതാകുന്നു. അഗ്നി മുഖേന വേദങ്ങൾ അനുശാസിക്കുന്ന യാഗങ്ങളിലൂടെ നാം പരമജ്ഞാന നേട്ടം പ്രാപ്തമാക്കുന്നു. അതേപോലെ രജോ ഗുണം തമോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും സത്വഗുണം അതീവ മേന്മയുള്ളതാകുന്നു. എന്തെന്നാൽ സത്വഗുണത്തിൽ ഒരാൾ നിരപേക്ഷ സത്യ സാക്ഷാത്കാരം സാധ്യമാക്കി തീർക്കുന്നു. വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇവിടെ ഈ ഒരു 3 കാര്യങ്ങൾ പറയാൻ കാരണം എന്ന്. ഇതൊരു കമ്പാരിസൺ ആണ്. അതായത് ഭൂമിയുടെ തന്നെ വിവിധ രൂപാന്തരങ്ങളാണ് എന്ത്? വിറകും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുകയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നിയുമൊക്കെ. അപ്പൊ അത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വിറകിനേക്കാൾ മികച്ചത് എന്താണ്? പുകയാണ്. പുകയേക്കാൾ മികച്ചത് എന്താണ്? അഗ്നി. അപ്പൊ ഏറ്റവും മികച്ചത് അഗ്നിയാണ്.
അഗ്നി മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യജ്ഞം ചെയ്തിട്ട് പരമജ്ഞാനത്തെ നേടാൻ പറ്റും എന്നാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇതിനെ 3 പേരെയും കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെ 3 ഗുണങ്ങളെയും സൂത ഗോസ്വാമി ഇവിടെ കമ്പയർ ചെയ്യുന്നു. പൃഥ്വിയുടെ രൂപാന്തരീകരണത്തിൽ ആദ്യം പറഞ്ഞത് ഡൾ വുഡ് ആണ്, വിറക് എന്നാണ്. അത് തമോ ഗുണത്തിന് കമ്പയർ ചെയ്യുന്നു. അതുപോലെയാണ് തമോ ഗുണം എന്ന്. പക്ഷെ അതിനേക്കാട്ടിലും നല്ലതാണ് അതില് തീ കത്തിക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന പുക. കാരണം പുക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ താമസിയാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? തീ കത്തിക്കാൻ പറ്റും. അപ്പോ പുക എന്നത് എന്താണ്? രജോ ഗുണത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാട്ടിലും മെച്ചം എന്താണ്? നന്നായിട്ട് കത്തിജ്വലിക്കുന്ന അഗ്നിയാണ്. അത് സത്വഗുണത്തോടാണ് ഉപമിക്കുന്നത്. കാരണം സത്വഗുണത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഉയർന്ന് വസുദേവ സത്വം അല്ലെങ്കിൽ വിശുദ്ധ സത്വത്തിലേക്ക് ഉയർന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. സൂത ഗോസ്വാമി അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഏതാണ് ബെറ്റർ എന്ന് പറയുന്നു. വിറകിനേക്കാൾ ബെറ്റർ എന്താണ്? പുകയാണെന്ന് പറയുന്നു. കാരണം കുറച്ചും കൂടി അത് ഉയർന്നതാണെന്ന് പറയുന്നു. അതിനേക്കാട്ടിലും ബെറ്റർ എന്താണെന്ന് പറയുന്നു? അഗ്നിയാണെന്ന് പറയുന്നു. അതേപോലെ തമോ ഗുണത്തെക്കാൾ ബെറ്റർ രജോ ഗുണമാണ്. പക്ഷെ രജോ ഗുണത്തെക്കാൾ ബെറ്റർ എന്താണ്? ബെസ്റ്റ് എന്താണ്? അഗ്നിയാണ്. അപ്പോൾ അത് അഗ്നിയല്ല, സത്വഗുണമാണ്. അതുകൊണ്ട് സത്വഗുണത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഗുണമാണ് ബെറ്റർ? നമ്മൾക്ക് ആധ്യാത്മികതയിൽ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് സത്വഗുണം തന്നെയാണ്. അപ്പോൾ ഈ 3 ഗുണത്തെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് സൂത ഗോസ്വാമി അടുത്ത ശ്ലോകം പറയുന്നു. അടുത്ത ശ്ലോകത്തില് 25-ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം പറയുന്നു, ഹേ ജിരേ മുനയോധാഗ്രേ ഭഗവന്തം അഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. ഹേ ജിരേ മുനയോധാഗ്രേ ഭഗവന്തം അഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തം അഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. എന്താണ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. വിവർത്തനത്തിൽ പ്രഭുപാദ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഭഗവാന്റെ അസ്തിത്വം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാകയാൽ സർവ ഋഷി ശ്രേഷ്ഠന്മാരും പരമദിവ്യോത്തമ പുരുഷന് സേവനം സമർപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഇവിടെ എന്താണ് സൂത ഗോസ്വാമി പറയുന്നത്? ഭഗവാൻ ആരെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാൻ എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, അല്ലെങ്കിൽ ഇവിടെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ആ ഭഗവാനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാണ്. നമ്മളെല്ലാവരും ഭൗതിക പ്രകൃതി നമ്മളെ ഈ പ്രകാരം എന്ത് ചെയ്യുകയാണ്? പാവ പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് സത്വഗുണം, ചിലപ്പോൾ നമ്മൾക്ക് രജോ ഗുണം, ചിലപ്പോൾ നമ്മൾക്ക് തമോ ഗുണം. ഈ ഗുണങ്ങളിൽപ്പെട്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രകൃതി കർമ്മങ്ങളും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഭഗവാൻ ഈ മായയുടെ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് അനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. ഭഗവാന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുന്നു. അപ്പോ ഒരു ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലിരിക്കുന്ന ഒരാളെ അഭയം പ്രാപിച്ചാൽ മതിയോ? അല്ല. അതിന് ഉപരിയായ ഒരാളെ അഭയം പ്രാപിച്ചാൽ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഈ ഭൗതിക ലോകത്തില് ബ്രഹ്മദേവൻ മുതൽ സത്യലോകം മുതൽ ഇനി പാതാള ലോകം വരെയുള്ള എല്ലാ 14 ലോകങ്ങളിലുള്ള എല്ലാ ജീവി വിഭാഗങ്ങളും വന്നിട്ട് എവിടെയാണ്? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അണ്ടറിലാണ്, അല്ലെങ്കിൽ അവർക്ക് അധീനമാണ്. പക്ഷേ ആര് മാത്രമേ ഉള്ളൂ ഇതിന് അതീതമായിട്ടുള്ളത്? പരമദിവ്യോത്തമ പുരുഷൻ മാത്രം. അപ്പോ ഇതിനകത്തുള്ള ദേവീദേവന്മാരെ പോലെയോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെയോ മറ്റ് ജീവജാലങ്ങളെയോ ഒക്കെ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതും എന്താണ്? താൽക്കാലികമാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം
ഈ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിലേക്ക് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് നശിച്ചു പോകും. അടുത്ത ജന്മം വരുമ്പോൾ വീണ്ടും നമ്മൾ അത് ആർജിക്കേണ്ടി വരും. വിദ്യയാണെങ്കിലും ധനമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ജന്മത്തേക്ക് മാത്രം, താൽക്കാലികം, ടെമ്പററി, അല്ലെങ്കിൽ നശ്വരം എന്ന് പറയും. പക്ഷേ ഇതിൽ നിന്നും വേറെ ഒരു ലോകമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു, അല്ലെ? പരസ്തസ്മാത്തു ഭാവോന്യോ എന്ന് പറയുന്ന ഭഗവത്ഗീത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക പ്രകൃതിക്ക് അതീതമായിട്ട് ഒരു ലോകമുണ്ട്, ആധ്യാത്മിക ലോകം. ആ ആധ്യാത്മിക ലോകത്തിൽ എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പുനർജന്മന വിദ്യത്തെ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. അപ്പോ അവിടെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് ആരാധിക്കേണ്ടത്? അതിന്റെ ഉടമയായിട്ടുള്ള ആളെ. അതാരാണ്? സ്വയം പരമദിവ്യോത്തമ പുരുഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും. ഭൗതിക അവസ്ഥയിൽ നിന്നും സ്വതന്ത്രരാകാനും അവർ ഭഗവാനെ ആരാധിച്ചു. യെസ്, എന്തിനാണ് അവർ ആഗ്രഹിക്കുന്നത്? ധനം ദേഹി, വിത്തം ദേഹി, അല്ലെങ്കിൽ കന്യാദേഹി എന്ന് പറയുന്ന അതിനു വേണ്ടിയിട്ടൊന്നും അല്ല അവർ ആരാധിക്കുന്നത്. ഭൗതിക അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടാണ് ആരെ ആരാധിക്കുന്നത്? ഭഗവാനെ ആരാധിക്കുന്നത്. അവണ്ണമുള്ള ശ്രേഷ്ഠ പ്രാമാണികന്മാരെ പിന്തുടരുന്നത് ആരായാലും ഭൗതിക ലോകത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ യോഗ്യരാകുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഗോൾ? ഇത് നേരത്തെ എന്താണ് സൂത ഗോസ്വാമി അവരോട് പറയുന്നത്? ആദ്യത്തെ ചോദ്യം അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ. രണ്ടാമത്തെ ചോദ്യം വൈദിക ശാസ്ത്രങ്ങളുടെ എല്ലാം സാരം. എന്താണ്? നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ വരുന്നത് ധർമ്മം ചെയ്ത് അർത്ഥം സമ്പാദിച്ച് കാമത്തിനെ പൂർത്തീകരിച്ച് നിൽക്കാൻ വേണ്ടി അല്ല. അവസാനം എന്താണ്? പുരുഷാർത്ഥം, മോക്ഷം. അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്നുമുള്ള വിടുതൽ. ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാൾ വന്നിട്ട് ശ്രമിക്കേണ്ടത്. ജീവസ്യ തത്വജിജ്ഞാസ, കാമസ്യ ന ഇന്ദ്രിയ പ്രീതി. എന്താണ്? ഈ കർത്തവ്യം കൊണ്ടെല്ലാം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യരുത്? ഇന്ദ്രിയ പ്രീതി മാത്രമാവരുത്. എന്താണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? എന്താണ്? ജീവസ്യ തത്വജിജ്ഞാസ. അപ്പൊ ഈ തത്വജിജ്ഞാസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. പറയുകയാണ് സൂത ഗോസ്വാമി, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ട് ഒരാളെ ഉള്ളൂ. അതാരാണ്? ഭഗവാൻ. അപ്പൊ എല്ലാ ശിഷ്യശ്രേഷ്ഠന്മാരും ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ട് ആരെ ആരാധിക്കും? ഭഗവാനെ ആരാധിക്കും. അപ്പൊ അവരുടെ പിൻപറ്റി, അവരുടെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം? ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെ ആരാധിക്കണം? വാസുദേവനെ ആരാധിക്കണം. അപ്പോ വാസുദേവനെ ആരാധിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? 3 ഗുണങ്ങളുടെയും നിയന്താക്കളായിട്ട് ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വര എക്സ്പാൻഷനിൽ വരുന്നത്. പക്ഷേ ഇതില് സത്വഗുണത്തിന്റെ അധിപതിയായിട്ടുള്ള ലോർഡ് വിഷ്ണു ആണ് ഏറ്റവും ആരാധനയ്ക്ക് അർഹൻ. ബാക്കിയുള്ള അറിവുള്ള ജനങ്ങളെല്ലാം, അല്ലെങ്കിൽ മുനിമാരും മഹർഷിമാരും എല്ലാം ഭൗതികതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പെർമനന്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ത്രിഗുണത്തിന് അതീതനായിട്ടുള്ള ഭഗവാനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ട്. അപ്പൊ നമ്മളും ഈ പ്രകാരം എന്ത് ചെയ്യണം? ഇവരെ പിൻപറ്റി ഈ പാഠം പഠിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവരെ പിന്തുടരുന്നവരെ ഭൗതിക ലോകത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ യോഗ്യരാകുന്നു എന്നാണ് ഇവിടെ സൂത ഗോസ്വാമി പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം. അപ്പൊ ബാക്കിയുള്ള രൂപങ്ങളോ, നമ്മൾ ഒരുപാട് ദേവി ദേവതമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം വന്നിട്ട് പലതരത്തിലുള്ള ആരാധനകളുണ്ട്. ലോർഡ് വിഷ്ണുവിന്റെ ആരാധന മാത്രമല്ല, നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഒരുപാട് ആൾക്കാര് പലതരത്തിലുള്ള ആരാധന ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു സൂത ഗോസ്വാമി. അപ്പോൾ അതിന് ഉത്തരം പറയുന്നു, മുമുക്ഷവോ ഘോര രൂപാൻ ഹിത്വാ ഭൂതപതിനഥ നാരായണ കലാ ശാന്ത ഭജന്തി ഹ്യനസൂയവഃ. മുമുക്ഷവോ ഘോര രൂപാൻ ഹിത്വാ ഭൂതപതിനഥഃ നാരായണ കലാ ശാന്ത ഭജന്തി ഹ്യനസൂയവഃ. മുമുക്ഷവോ, ആരാണ് മുമുക്ഷു? മോക്ഷം ആഗ്രഹിക്കുന്നവർ. എന്താണ് മോക്ഷം? ഭൗതിക ലോകത്തിൽ നിന്നുള്ള വിടുതൽ. ഓക്കെ, ഘോരരൂപാൻ ഹിത്വ. ഈ ഘോരരൂപ എന്ന് പറഞ്ഞാൽ
അതിന്റെ വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ഭയങ്കരമായിട്ടുള്ള രൂപം. പിന്നെ എന്താണ്? ഭൂതപതീൻ അധ. പിന്നെ ഭൂതപതി എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അധ ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു? ഹിത്വ, അതായത് നിരാകരിച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുമുക്ഷുക്കൾ നാരായണ കല, പരമദിവ്യോത്തമ പുരുഷൻ, അദ്ദേഹത്തിന്റെ പൂർണ്ണ അധികാരമുള്ള അംശങ്ങൾ. അവരാരാണ്? അവര് ഘോരരൂപമല്ല, ശാന്ത, അത്യാനന്ദ സമ്പൂർണമായ എന്നാണ് എഴുതിയിരിക്കുന്നു. അവരെ എന്ത് ചെയ്യുന്നു? ഭജന്തി, ആരാധിക്കുന്നു. അവരാരാണ്? മുമുക്ഷുക്കൾ അനസൂയവ, അവർക്ക് അസൂയൊന്നുമില്ല ആരോടും. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനതഃ നാരായണ കലാശാന്ത ഭജന്തി ഹി അനസൂയവഃ. അപ്പൊ എന്താണ് മുമുക്ഷുക്കൾ ചെയ്യുന്നത്? ഈ ഘോരരൂപ, ഭൂതപതി ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? അവർ ആരാധനയ്ക്ക് അർഹരല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? നിരാകരിക്കുന്നു. എന്ത് ആരാധനയ്ക്ക് അർഹരല്ല എന്ന്? മുമുക്ഷു, അതായത് മോക്ഷം ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ ആരാധിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അവർക്ക് മോക്ഷം നൽകാൻ സാധ്യമല്ല. അപ്പൊ മോക്ഷം കാക്ഷിക്കുന്നവർ എന്ത് ചെയ്യണം? നാരായണ കലാ ശാന്ത, സത്വഗുണത്തില് വിശുദ്ധ സത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭഗവാന്റെ അത്യാനന്ദ സമ്പൂർണമായിട്ടുള്ള രൂപം ആരാധിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം വിവർത്തനം. പ്രഭുപാദ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഗൗരവ മോക്ഷ ആർത്ഥികൾ, അസൂയ തീണ്ടാത്തവരും ഏവരെയും ആദരിക്കുന്നവരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏവരെയും ആദരിക്കുന്നവരും. അതേസമയം ഘോരവും ബീഭത്സവുമായ ദേവരൂപങ്ങളെ പരിത്യജിച്ച് സർവ ആനന്ദപ്രദമായ വിഷ്ണു ഭഗവാന്റെയും ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളുടെയും സ്വരൂപത്തെ മാത്രം ആരാധിക്കുന്നവരുമാകുന്നു. ഇതിനകത്ത് ഏവരെയും ആദരിക്കുന്നവർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ബാക്കിയുള്ള ദേവന്മാരെയും ദേവിമാരെയോ അങ്ങനെയുള്ളവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? നിന്ദിക്കുന്നില്ല. വളരെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിന്ദിക്കുന്നില്ല. അവർ താഴേക്കിടയിലുള്ളവരാണ് എന്ന് കരുതുന്നില്ല. പക്ഷെ അവരെ ആരാധിക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് തരാൻ കഴിയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് ആർക്കറിയാം? ഈ മുമുക്ഷുക്കൾക്ക് അറിയാം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയാലും നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? മോക്ഷം അല്ലെങ്കിൽ ലിബറേഷൻ, ഭൗതികതയിൽ നിന്നുമുള്ള വിടുതൽ. അപ്പൊ അത് തരാൻ ഇവർക്ക് എന്ത് ചെയ്യുകയില്ല. കാരണം ഇവരെല്ലാവരും ഈ ഭൗതികമായിട്ടുള്ള ലോകത്തില് ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലേ? മഹാദേവനും ബ്രഹ്മദേവനും മറ്റു ദേവീദേവന്മാർ, ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ദേവിമാരും എല്ലാം എന്താണ്? ഭഗവാന്റെ തന്നെ ഭക്തന്മാരും ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിൽ ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവര് സാധാരണ ജീവജാലങ്ങളല്ല, നമ്മളെ പോലെയുള്ള സാധാരണ ഒരു ജീവൻ അല്ല ഈ ദേവീദേവന്മാരെന്ന് പറയുന്നത്. അവരാരാണ്? അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള നമ്മൾ അവരെ എങ്ങനെ കാണണം? അവരെ എന്ത് ചെയ്യണം? അവരെ വന്നിട്ട് ആദരണീയരായി തന്നെ കാണണം. പക്ഷേ അവര് നമ്മൾക്ക് തരുന്ന കാര്യങ്ങൾ ഭൗതിക ലോകത്തിൽ എല്ലാ ആൾക്കാർക്കും കിട്ടണതാണ്. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് അയാൾക്ക് എത്ര ധനം കിട്ടണം, ഓരോരുത്തരുടെയും പ്രീവിയസ് കർമ്മത്തിനനുസരിച്ച് അയാൾക്ക് എത്ര സൗന്ദര്യം ഉണ്ടാകണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കണം, ഇതെല്ലാം വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് പുണ്യവും പാപവും എന്തൊക്കെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വിധിക്കപ്പെട്ടതാണ്. അത് എന്ത് ചെയ്യും? നമ്മൾ ഡിസർവ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ വന്നിട്ട് ആഗ്രഹിക്കുന്നതിനനുസരിച്ചല്ല, ഡിസർവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഭൗതികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ജീവസ്വ തത്വജിജ്ഞാസ എന്ന് പറയുന്ന ആ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാതെ
വെറുതെ ഈ പ്രകാരം ഈ ജീവിതം മുഴുവൻ പണത്തിനും ആസ്വാദനത്തിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, എനിക്കത് വേണം, എനിക്കിത് വേണം, ഇത് നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ദേവീദേവന്മാരെ ആരാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ആരാണ്? സ്വയം ഭഗവാൻ ഭഗവത്ഗീതയില് എന്താണ് പറയുന്നത്? കാമേസ്തൈർഹൃദജ്ഞാന പ്രപദ്യന്തേ അന്യദേവത എന്ന് പറയും. എന്താണ്? പല പല കാര്യങ്ങളോടുമുള്ള ആഗ്രഹം കൊണ്ട് കൃതജ്ഞാന, ജ്ഞാനം നശിച്ചവർ. യഥാർത്ഥ ജ്ഞാനമല്ല അത്. ഇതെല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത് എന്ന് ഭഗവാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃതജ്ഞാന എന്ന് പറയുന്നത്. ഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയമമാസ്തായ പ്രകൃത നിയത സ്വയം. ഇതാണ് ആ ശ്ലോകത്തിന്റെ ബാക്കി. അപ്പൊ എന്താണ്? ഓരോരുത്തർക്കും അവരവരുടെ കർമ്മത്തിന്റെ അനുസരിച്ച് അവർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെല്ലാം ഈ ദേവീ ദേവന്മാർ നിങ്ങൾക്ക് തരുന്നത് ആരുടെ സാങ്ഷനോടുകൂടിയാണ്? ഭഗവാന്റെ സാങ്ഷനോടുകൂടി തന്നെയാണ്. അപ്പോ അവരോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞാലും ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള സമയത്ത് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകണം. നിങ്ങൾ ജയിലിൽ കിടന്നിട്ട് ജയിലിൽ ഫോണും അല്ലെങ്കിൽ ടിവിയും ഫ്ലവർ വേസും പിന്നെ ജയിലിൽ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യുകയാണ്? നമ്മൾ കട്ടിലും മേത്തയും ഒക്കെ ഇട്ടിട്ട് ജയിലിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്? അതോ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ? അതാണ് സൂത ഗോസ്വാമി ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ആരെയാണ് ആരാധിക്കേണ്ട ആവശ്യമില്ലാത്തത്? ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ദേവീദേവന്മാർക്ക് കഴിയും. അതെ, അവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനാദരവ് കാണിക്കരുത്. കാരണം എന്താണ്? ഇവർ എലിവേറ്റഡ് ലിവിങ് എൻറ്റിറ്റീസ് ആണ്. അതായത് ഉന്നതമായിട്ടുള്ള ജീവജാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ ഉന്നത രീതിയിലുള്ള ആൾക്കാർക്ക് ലോകത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്താക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ച് എന്ത് കൊടുക്കണം? ആദരവ് കൊടുക്കണം. പക്ഷെ അവർ പരമദിവ്യോത്തമ പുരുഷന് ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നത് പാഷണ്ഡിയാണ് എന്ന് പറയും. വേദങ്ങളെ ഒട്ടും അറിയാത്ത ആൾക്കാരെന്നാണ് പാഷണ്ഡി, അജ്ഞാനി എന്ന് പറയും. പാഷണ്ഡി എന്താണ്? ഈക്വൽ ആണ്. ഡെമിഗോഡും പരമദിവ്യോത്തമ പുരുഷനും ദേവീദേവന്മാരും പരമദിവ്യോത്തമ പുരുഷനും ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നത് പാഷണ്ഡിയാണ് എന്ന് പ്രഭുപാദ് ഇതിന്റെ റിപ്പോർട്ടിൽ പറയും. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരെ ആരാധിക്കരുത് എന്ന് മനസ്സിലാക്കണം. ആരാധിക്കരുതെന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മളുടെ ഉദ്ദേശം അവരെ ആരാധിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടുമോ? ഇല്ല. മുക്തിപ്രദാത സർവേഷാം വിഷ്ണുർ ഏവ ന സംശയഃ സ്വയം മഹാദേവൻ പറഞ്ഞതാണ്. ഉദാഹരണവും ഉണ്ട്. ബ്രഹ്മദേവൻ, മഹാദേവൻ ഇവരിൽ നിന്നും എന്ത് നേടി? രാവണനെ പോലെയുള്ള അസുരന്മാർ ഒരുപാട് ധനവും ഐശ്വര്യവും സമ്പത്തും അതും ഇതും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ നേടി. എന്ത് പ്രയോജനം? അവസാനം ഇതെല്ലാം ടെമ്പററി ആണെന്ന് രാവണൻ മനസ്സിലാക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? രാവണൻ വന്നിട്ട് കൊല്ലപ്പെടുന്നു. കാരണം മരണം എന്ന് പറയുന്നത് ഈ ഒരു ലോകത്തിലെ സത്യമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? മരണമാണ്. അപ്പൊ നമ്മളും ഈ പ്രകാരം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം ബ്രഹ്മദേവനിൽ നിന്നും ലോർഡ് ശിവയിൽ നിന്നും ചന്ദ്രഹാസവും അമരത്വത്തിന് തുല്യമായിട്ടുള്ള വരങ്ങളും എല്ലാം നേടിക്കഴിഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിച്ചു? രാവണന്, ഇന്ദ്രജിത്തിന്, ഹിരണ്യകശിപുവിന്, ഹിരണ്യാക്ഷന്, എത്രയധികം അസുരന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ വളരെ കമ്പീറ്റന്റ് ആയിട്ടുള്ള വളരെ പരാക്രമകാരികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാവർക്കും എന്ത് സംഭവിച്ചു? അവരെല്ലാവരും ഈ ഒരു സമ്പത്ത്, സൗന്ദര്യം, അത് ഇത് എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി. നമ്മളും ഈ പ്രകാരം ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യുകയില്ല, താൽക്കാലികമായതേ ഉള്ളൂ. ഇത് നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി നൽകുകയില്ല. അവസാനം പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനം മാത്രമാണ്. ഇവിടെ ഇരുന്ന് അത് ചെയ്യുക, തിരിച്ച് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഏതാണോ നമുക്ക് ഡിസൈഡ് ആയിട്ടിരിക്കുന്നത് അതിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ലിബറേഷൻ എന്ന് പറയുന്നത് അഥവാ ഭഗവാൻ തരികയാണെങ്കിൽ യെസ്, അത് നമുക്ക് ഓക്കെ. വേറെ ഒന്നും നമുക്ക് ആരോടും ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ അർത്ഥം അവരെ എന്ത് ചെയ്യണം എന്നല്ല, അനാദരിക്കണം എന്നല്ല, അവരെ കുറിച്ച് കുറ്റം പറയണമെന്നല്ല. ഒരിക്കലും ഒരു ഡിവോട്ടി അങ്ങനെ ചെയ്യുകയില്ല. നോക്കൂ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അനസൂയ
അസൂയയില്ലാത്ത ആൾക്കാര് ആരെയും അവരെന്ത് ചെയ്യുകയില്ല, ഡിറൈഡ് ചെയ്യുകയില്ല. ഭക്തൻ അനസൂയവായിരിക്കണം എന്നാണ് പറയുന്നത്. അർജുനനോട് ഭഗവാൻ പറയും, നിനക്ക് ഈ ജ്ഞാനം ഞാൻ പകർന്നു തരാൻ വേണ്ടി കാരണം എന്താണ് അർജുന? നീ അനസൂയ, എന്റെ ഫ്രണ്ടാണ്, പക്ഷെ അതിലും മാത്രമല്ല നീ അനസൂയവയാണ്. ഒരാളോടും നിനക്ക് എന്തില്ല, പിണക്കമോ അല്ലെങ്കിൽ ഏവരെയും ആദരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദേവീദേവന്മാരെ ആരാധിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരെ എന്ത് ചെയ്യണം എന്നല്ല, അനാദരിക്കണം എന്നല്ല. അവരുടെ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന ആ കാര്യങ്ങൾക്ക് എല്ലാം വന്നിട്ട് ഭഗവാന്റെ സാങ്ഷൻ വേണം. അതുകൊണ്ട് തന്നെ പരമദിവ്യോത്തമ പുരുഷനെ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൗതികതയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇത് ഒരു ഭക്തൻ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, യെസ്. 26ാമത്തെ ശ്ലോകം. അടുത്തത് 27th ശ്ലോക. 27ാമത്തെ ശ്ലോകം. रजस्तमा प्रकृतयः समशीला भजन्ति वै पितृभूत प्रजेशादीन् श्रीयैश्वर्य प्रजेप्सवः. रजस्तमा प्रकृतयः समशीला भजन्ति वै पितृभूत प्रजेशादीन् श्रीयैश्वर्य प्रजेप्सवः. വിവർത്തനം: രജോ തമോ ഗുണത്തിൽ അധിഷ്ഠിതരായവർ കന്യകമാർ, സമ്പത്ത്, അധികാരം, സന്തതി എന്നീ ഭൗതിക നേട്ടങ്ങൾ അഭിലഷിക്കുകയാൽ ആ ഭൗതിക നേട്ടങ്ങളുടെ ക്ഷിപ്രസാധ്യത്തിനായി പിതൃക്കളെയും മറ്റു ജീവാത്മാക്കളെയും വിശ്വപ്രവർത്തനങ്ങളുടെ അധികാരമുള്ള ദേവന്മാരെയും ആരാധിക്കുന്നു. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. കാമൈസ്തൈസ്തൈർ ഹൃദജ്ഞാന പ്രപദ്യന്തേ അന്യദേവത. എന്താണ്? രജസ്സിലും തമസിലും ഗുണത്തിലും ഇരിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്തു വേണം? ധനം വേണം, അധികാരം വേണം, സന്തതികൾ വേണം, ആസ്വാദനം വേണം, ഇന്ദ്രിയാസ്വാദനം വേണം. ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അഭിലഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്താണ്? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദേവന്മാരെ മാത്രം ആരാധിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു, ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി ഇവരെല്ലാം ഭഗവാനെയും ആരാധിക്കുന്നു. ഈ 4 തരത്തിലുള്ള ആൾക്കാർ ചതുർവിധ ഭജന്തേ മാം ജന സുകൃത്തിനോ അർജുന. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഭഗവാനെയും ആരാധിക്കാം. പക്ഷേ ആ ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടുള്ള ഭക്തിയല്ല. ആ ആരാധന എന്ന് പറയുന്നത് ബിസിനസ്സാണ്. എനിക്ക് ഭഗവാനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം നേടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ബിസിനസ്സാണ്. അതല്ല എന്താണ് പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ അതിന് ഭഗവാനെ ആരാധിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് അന്ന് അത് പറഞ്ഞത്. അതായത് ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ചതുർവിധ ഭജന്തേ മാം എന്ന് ആര് പറയുന്നു? കൃഷ്ണൻ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് പിതൃക്കളെയും മറ്റു ജീവാത്മാക്കളെയും വിശ്വപ്രവർത്തനങ്ങളുടെ അധികാരമുള്ള ദേവന്മാരെയും ആരാധിക്കുന്നു? ഈ ഭൗതിക നേട്ടങ്ങൾ അഭിലഷിക്കുന്ന ആൾക്കാർ ആരാധിക്കുന്നു. അപ്പോൾ അതിന്റെ ആവശ്യം ആർക്കില്ല? പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്ന മുമുക്ഷുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഭൗതിക നേട്ടങ്ങൾ അഭിലേഷിക്കുന്നതിന്റെ കാര്യമില്ല. കാരണം അതിൽ നിന്നും മേലെ ആയാൽ മാത്രമേ ഭക്തി പരിശീലിക്കാൻ പറ്റുകയുള്ളൂ. തമോ രജോ ഗുണങ്ങൾ കിട്ടി അതിനകത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ. ആലസ്യ, നിദ്ര, പ്രമാദം, ലമെന്റേഷൻ, ആങ്കറിങ്, ഇതെല്ലാമാണ് രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും എന്താണ് സ്വഭാവങ്ങൾ. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി എങ്ങനെ പരിശീലിക്കാൻ പറ്റും? ഭക്തി പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലെ വരണം, സത്വഗുണത്തിൽ വരണം, തൃപ്തി ഉണ്ടാകണം. എന്ത് കാര്യം വന്നാലും വന്നിട്ട് ഒരു തൃപ്തി ഉണ്ടാകണം. എനിക്ക് അയാൾ ഒരിക്കലും വന്നിട്ട് മടി പിടിച്ചിരിക്കുകയില്ല. അയാൾ വന്നിട്ട് എന്ത് ചെയ്യും? ദക്ഷ, അതായത് വളരെയധികം എക്സ്പേർട്ട് ആയിരിക്കും. അയാളുടെ സമയം എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. മെയിൻ്റനൻസിന് വേണ്ടി മാത്രമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രകാരമുള്ള ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അയാളുടെ ആ ഒരു കർമ്മത്തിനനുസരിച്ച് കിട്ടുന്ന ഫലം കൊണ്ട് അയാൾ തൃപ്തനാണ്. അങ്ങനെ തൃപ്തനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന് മേലെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുകയുള്ളൂ.
അതൃപ്തനായിട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? എന്ത് ഭൗതികതയിൽ നിന്നും മാറിപ്പോകണം, അല്ലെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? എപ്പോഴും അയാൾ അതൃപ്തനാണ്. അയാൾക്ക് കൂടുതൽ ധനം വേണം, കൂടുതൽ സൗന്ദര്യം വേണം, കൂടുതൽ ആരാധകർ വേണം, കൂടുതൽ പൊസിഷൻ വേണം, കൂടുതൽ ഐശ്വര്യം വേണം, കൂടുതൽ സ്ത്രീകൾ വേണം, കൂടുതൽ പുരുഷന്മാർ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സംതൃപ്തി ഉണ്ടാകുക? സംതൃപ്തി ഉണ്ടാകാതെ എങ്ങനെയാണ് ഭൗതികത മതി, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് താൽക്കാലികമാണെന്ന് എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് സൂത ഗോസ്വാമി ഇവിടെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാര് എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കും? പിതൃക്കളെയും ജീവാത്മാക്കളെയും വിശ്വപ്രവർത്തനങ്ങളുടെ അധികാരമുള്ള ദേവന്മാരെയും ആരാധിക്കും. പക്ഷേ ആ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അത് മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല. കാരണം അവർക്ക് മോക്ഷം പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയും. അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം, വാസുദേവനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആകുന്നത് എന്ന്, വാസുദേവൻ എല്ലാത്തിന്റെയും നിയന്താവാണ് എന്ന് പറയുന്ന ആ ശ്ലോകം 28 and 29 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ. 9 മണി വരെയാണ് നമ്മളുടെ സമയം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾക്ക് രാമായണം ക്ലാസ് ഉള്ളത് കൊണ്ട് ഈ ഒരു സമയപരിധി എന്ന് പറയുന്നത് നമ്മൾ 8:15 മുതൽ 9 മണി വരെ ആക്കി. അപ്പോൾ നമുക്ക് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.